ഹലോ കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ കഥയിലേക്ക് പോകാം. രണ്ട് സ്ത്രീകൾ അവരുടെ വീക്കെൻഡ് നൈറ്റ് വളരെ ഹാപ്പിയായിട്ട് ആഘോഷിക്കുകയാണ്. കോളിംഗ് ബെല്ല് കേട്ടിട്ട് പിസ്സ ഗായ് വന്നു എന്ന് പറഞ്ഞ് ലിസ ഡോർ ഓപ്പൺ ആക്കുമ്പോൾ ഒരു സ്ത്രീയാണ് പിസ്സ ബോക്സുമായി വന്നത്. അവർ ലിസയ്ക്ക് പിസ്സ ബോക്സ് കൊടുക്കുന്നില്ല. ആ സ്ത്രീ ആ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്ലേ എന്ന് എഴുതിയിരിക്കുന്നു. പറ്റില്ല എന്ന് ലിസ വളരെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ബോക്സ് അവളുടെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങുമ്പോൾ ആ സ്ത്രീ വല്ലാതെ കരയുകയാണ്. പെട്ടെന്ന് കരണ്ടും പോകുന്നു. ലിസ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് തിരിച്ച് മേരിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ കയ്യിലിരുന്ന പേപ്പർ അവളുടെ അരികിലുള്ള ടേബിളിൽ ഇരിക്കുന്നതായിട്ടാണ് അവൾ കാണുന്നത്. ഉടനെ ഫണ്ണി വുമൺ അവളുടെ കൈ കൊണ്ട് ഞൊട്ട വിടുന്നു. ഉടനെ ലൈറ്റ്സ് എല്ലാം തനിയെ ഓണാകുകയാണ്. ഫണ്ണി വുമൺ അവളുടെ തലയിലെ തൊപ്പി ഊരിയിട്ട് ഒരു ബോക്സിൻ്റെ അകത്ത് വെച്ചിട്ട് ആ ബോക്സ് ക്ലോസ് ആക്കുകയാണ്. എന്നിട്ടത് ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ തൊപ്പി തന്നെയാണ് കാണുന്നത്. ഇതൊക്കെ കണ്ടിട്ട് മേരി ഒരുപാട് ചിരിക്കുകയാണ്. പക്ഷേ ലിസ അവളോട് പറയുന്നത് നമുക്ക് പോലീസിനെ വിളിക്കാമെന്നാണ്. ഫണ്ണി വുമൺ മേരിയെയും ലിസയെയും അവളുടെ അരികിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അവരോട് പറയാണ് നമുക്കൊരു ഗെയിം കളിക്കാമെന്ന്. അങ്ങനെ മേരി 4 എന്ന നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്. ബോക്സിൽ നിന്ന് അവൾക്കൊരു ജോയിൻ്റ് ആണ് കിട്ടുന്നത്. ആ ജോയിൻ്റ് ഫണ്ണി വുമൺ അവൾക്ക് കത്തിച്ച് കൊടുക്കുകയാണ്. പിന്നീട് മേരി 3 എന്ന നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ബോക്സ് ഓപ്പൺ ആക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു റേസറും അതുപോലെ ഒരു ഫണ്ണി ക്യാപ്പുമാണ് ഉള്ളത്. ആ ഫണ്ണി ക്യാപ്പ് എടുത്ത് തലയിൽ വെക്കാനായിട്ട് ഫണ്ണി വുമൺ പറയുമ്പോൾ മേരി അതെടുത്ത് അവളുടെ തലയിൽ വെക്കും. ഫണ്ണി വുമൺ അങ്ങനെ മേരിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അടുത്ത ടേൺ ലിസയുടേതായിരുന്നു. അവൾ 6 എന്ന നമ്പറാണ് ചൂസ് ചെയ്യുന്നത്. ഉടനെ ഫണ്ണി വുമൺ വല്ലാതെ കരയുന്നു. അവൾ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പേപ്പറാണ്. അത് തിരിച്ചു നോക്കിയപ്പോൾ ലിസയെ മേരി കഴുത്തറുത്ത് കൊല്ലുന്ന ഒരു ഫോട്ടോയാണ് കാണുന്നത്. പെട്ടെന്ന് അവളുടെ അടുത്ത് നിന്ന് ഫണ്ണി വുമണും മേരിയും അപ്രത്യക്ഷരാകുന്നു. ലിസയുടെ ബാക്കിൽ കൂടെ മേരി വന്നിട്ട് അവളുടെ കഴുത്ത് റേസർ കൊണ്ട് അറുത്ത് അവളെ കൊല്ലുകയാണ്. ഫണ്ണി വുമൺ ഉടനെ വന്നിട്ട് ക്യാമറയിൽ അവരുടെ ഫോട്ടോ എടുത്തു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ഫണ്ണി വുമണിൻ്റെ കൂടുതൽ സ്റ്റോറീസ് വേണമെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യണേ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.